സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുക്കും. നടൻ ബോബി കുര്യനെയും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയെയും ചോദ്യം ചെയ്യും. ഇരുവരും രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം അതിക്രമം നടന്ന കാരവൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കാരവന് ഉള്ളിൽ CCTV ഇല്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ശ്രമം. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും മറ്റന്നാൾ കോടതി പരിഗണിക്കും. ഈ വാർത്തയാണ് സ്പോൾ ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാരവനാണ്. അതിൽ CCTV ഇല്ല എന്നതാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ശക്തമായ തെളിവായി അത് മാറുമായിരുന്നു. ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള തെളിവുകളും വിവരങ്ങളുമാണ് ശേഖരിക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ പ്രധാനമായും തന്നെ അന്ന് സെറ്റിലുണ്ടായിരുന്ന താരങ്ങൾ, അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രവർത്തകർ എന്നിവരുടെ ഒരു പ്രാഥമിക വിവരശേഖരണം അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഇവരുടെ കൂടി മൊഴി ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ കാരവനിലേക്ക് ഇവർ പറയുന്ന സമയം, നടി പറയുന്ന സമയവും കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരവനകത്ത് സ്വാഭാവികമായും CCTV ഉണ്ടാകുന്നത് അങ്ങനെ പതിവില്ലാത്തൊരു കാര്യമാണ്. തീർത്തും സ്വകാര്യമായൊരു ഇടപെട്ട രീതിയിൽ തന്നെയാണല്ലോ കാരവനെ. കാരണം ഇത് മറ്റ് ആരെങ്കിലും നൽകുന്ന കാരവനായിരിക്കും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന കാരവൻ, അങ്ങനെയൊക്കെയാണ് പലയിടങ്ങളിലും തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ CCTV അതിന് പുറമേയുള്ള ദൃശ്യങ്ങൾ ചെയ്യുന്നതിന് CCTV അതിൽ ഉണ്ടാകും. അപ്പോൾ അതിനകത്തേക്ക് കയറിപ്പോയത് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. കാരവനകത്തുള്ളത് ലഭ്യമല്ല, അതിൽ പുറമേയുള്ള ക്യാമറകളിലുള്ള CCTV ദൃശ്യങ്ങൾ പരമാവധി കണ്ടെടുക്കുക എന്നതാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇത് വളരെ പഴയതല്ലാത്ത പരാതിയാണ്. കാരണം നേരത്തെ രഞ്ജിത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, പലപ്പോഴും ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ വളരെ കാലതാമസമുള്ള പരാതികളായിരുന്നു. അതിലേക്ക് തെളിവ് സമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ തീർത്തും ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. വളരെ പരാതി വന്ന വളരെ പെട്ടെന്ന് നടപടിയെടുത്ത ഒരു കേസാണിത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വലിയ താമസം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാരവനടക്കം കണ്ടെത്താൻ സാധിച്ചത്. ഒപ്പം തന്നെയും ഇനിയുള്ളത് CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തുക, പുറമേയുള്ള ദൃശ്യങ്ങളടക്കം കണ്ടെത്തുക, സമീപത്ത് മറ്റ് ലഭ്യമായ CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുക എന്നതാണ്. മറ്റൊന്ന് ഈ സെറ്റിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. സെറ്റിലുണ്ടായിരുന്ന സാങ്കേതിക വിദഗ്ധരും നടീനടന്മാരും ഉൾപ്പെടെയുള്ളവരെയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് ചോദ്യം ചെയ്യും. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. കാരണം ഈ പരാതിക്ക് അനുബന്ധമായ ആനുപാതികമായ തെളിവുകൾ, അത്തരം കാര്യങ്ങൾ, ഈ സമയവും കാര്യങ്ങളും എല്ലാം തന്നെ ഒന്നുകൂടി പോലീസ് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അത്തരം തെളിവുകൾ കൂടി, അത്തരം മൊഴികൾ കൂടി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. ഇതിൻ്റെ ജാമ്യ ഹർജി ശനിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് അതിനെ എതിർക്കുകയും ചെയ്യും. പ്രോസിക്യൂഷൻ അത്തരം വാദങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഈ തെളിവുകളടക്കം വളരെ ഉപകാരപ്പെടും. കാരണം ഈ സാക്ഷിമൊഴികൾ, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഈ നടിയുടെ പരാതി സാധൂകരിക്കുന്ന, അതല്ലെങ്കിൽ ഈ അവിടെ ആളുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്നതിനെല്ലാം തന്നെ സഹായകമാകും. അപ്പോൾ അത്തരം തെളിവുകൾ കൂടി കോടതിക്ക് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരിശോധിക്കുകയും ചെയ്യും. മറ്റൊന്ന്, രഞ്ജിത്തിനെതിരെ നേരത്തെ വന്നിരിക്കുന്ന പരാതികൾ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ സാഹചര്യമാണ്. കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള പരാതി രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കോടതിക്ക് മുന്നിലേക്ക് വരികയും ചെയ്യും. നേരത്തെ കോടതിക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ കൂടി വന്നിരുന്നു. ഈ രീതിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, ഇതിനു മുന്നും ഇതേപോലുള്ള പരാതികൾ വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി കോടതി പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അടിയന്തരമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അന്ന് രഞ്ജിത്തിനെ ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാറിലൊപ്പമുണ്ടായിരുന്ന ഒരു നടനെയും സഹസംവിധായകയും പോലീസ് ഇപ്പോൾ കരുതുന്നത്. അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഏതെങ്കിലും രീതിയിലുള്ള അറിവുണ്ടായിരുന്നോ? രഞ്ജിത്ത് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന രീതിയിലായിരുന്നോ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവിടെ ഡാനി സൂചിപ്പിക്കുന്നത് പോലെ ഇവർ ഈ ഒളിത്താവളമടക്കം ഒരുക്കി നൽകാൻ ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണല്ലോ. അതായത് പരാതി പോലീസിന് ലഭിച്ചു എന്ന കാര്യം രഞ്ജിത്ത് മനസ്സിലാക്കുകയും അതിനുശേഷം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ കൃത്യമായി ഇങ്ങനെയൊരു പരാതിയുണ്ട് എന്ന അറിവോടുകൂടി തന്നെ ഇവർ രഞ്ജിത്തിന് ഒളിച്ചിരിക്കാനുള്ള ഇടം ഒരുക്കിയിരുന്നു എന്ന സൂചനയിലേക്കാണോ എത്തുന്നത്? ആ രീതിയിലാണ് പോലീസ് കാണുന്നത്. അങ്ങനെ ഒരു നിഗമനം പോലീസിനുണ്ട്. ഇവർ എവിടേക്കാണ് പോയിരുന്നത്? അവർ മാത്രമാവില്ല എങ്കിൽ അവർക്ക് ഈ ഒളിയിടങ്ങൾ ഏർപ്പാട് ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ എത്തിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ ഒരു ശൃംഖല ഇതിനൊപ്പം തന്നെ ഉണ്ടാകാമെന്ന് പോലീസ് കരുതുന്നു. സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് ഇവർക്ക് വിപുലമായ ബന്ധങ്ങളുള്ള ഒരാളാണ് രഞ്ജിത്ത് എല്ലാം തന്നെ. അപ്പോൾ അവർക്ക് ഈ പോലീസിൻ്റെ പിടിയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക, കോടതിയിലേക്ക് മുൻകൂർ ജാമ്യമോ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ ഒരു ഒളിയിടത്തിൽ നിന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഈ ഒഴിവ് ദിവസങ്ങളെല്ലാം തന്നെ വരുമ്പോൾ ഈ സമയത്തേക്ക് അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒളിയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആസൂത്രണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും കുറ്റകരമായ ഗൂഢാലോചന തന്നെയാണ്. അതിന് വളരെ ഗുരുതരമായ വകുപ്പുകൾ തന്നെയുള്ള ഒരു ഇടപെടലാണത്. അങ്ങനെയെങ്കിൽ ഈ സഹായിച്ചവരെല്ലാം തന്നെ ഇതിൽ പ്രതികളാകും. ഇവരെ കാറിൽ കൊണ്ടുപോയി, രഞ്ജിത്തിനെ കാറിൽ കൊണ്ടുപോയിരുന്നവർ, ഒപ്പം തന്നെ ഒളിയിടങ്ങൾ നൽകാനായിട്ട് ഏതെങ്കിലും ഇതിൽ ശുപാർശയോ മറ്റ് തയ്യാറെടുപ്പോ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അവരെല്ലാം ഈ കേസിൻ്റെ ഭാഗം കൂടിയായി മാറുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും വരും ദിവസങ്ങൾ മാത്രമായിരിക്കും അതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരം ഈ ഒരു ഉറപ്പിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിക്കുക. നിലവിൽ കഴിഞ്ഞ ദിവസം DCP അശ്വതി ജിജി പറഞ്ഞത് ഇവരെ കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകുമെന്ന സൂചന തന്നെയാണ് അവർ നൽകിയത്. കാരണം ഇവർ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവർ കൂടി ഇതിൽ പ്രതികളാവുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് DCP പറയുകയുണ്ടായി. അപ്പോൾ ആ മേഖല കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പോലീസിൻ്റെ അന്വേഷണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കൂടുതൽ മൊഴിയെടുക്കലും ഇവരെ കൂടി ചോദ്യം ചെയ്യലും എല്ലാം തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അവരെ പ്രതി ചേർക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക. ഡാനി, ഒരു കാര്യം കൂടിയുള്ളത്, ഇതിപ്പോൾ ഈ വണ്ടൻമേട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ഈ നടന് ബോബിക്ക് വണ്ടൻമേട്ടിലെ റിസോർട്ടുകളുമായൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം ഈ കാരവാനിൽ വെച്ചാണ് ലൈംഗികാതിക്രമം ഉണ്ടായത് എന്നുള്ളതാണല്ലോ. ഈ ലൈംഗികാതിക്രമം നടക്കുന്ന സമയത്ത് ഈ ശാലിനി ആ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളും വരുന്നതായി ചില റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അത്തരം സംശയങ്ങൾ കൂടി പോലീസിനുണ്ടോ? സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. ഈ സഹസംവിധായിക, അതോടൊപ്പം തന്നെ നടൻ, ഇവർക്കെല്ലാം ഈ ക്രൈമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സഹായകരമായ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ, അതിനുശേഷം രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഇവരുടെ പങ്ക് എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും അവിടെ നിന്ന് ഒളിപ്പിച്ച് കടത്തുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് പോലീസ് ഒരുക്കിയ സന്നാഹങ്ങൾ കൃത്യമായി രഞ്ജിത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു പോലീസ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാനായിട്ട് ഇവർക്ക് കഴിയാതിരുന്നതും കൃത്യമായി അവരെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് നീക്കം നടത്താൻ കഴിഞ്ഞതുമെല്ലാം. അപ്പോൾ ഇതിനെല്ലാം തന്നെ വിവരം നൽകിയിരുന്നവർ എവിടേക്കെങ്കിലും രഞ്ജിത്തിനെ മാറ്റാനായിട്ട് മറ്റ് ഏതെങ്കിലും റിസോർട്ടോ മറ്റു കാര്യങ്ങളിലേക്കോ മാറ്റാനായിട്ട് സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നതിലെല്ലാം തന്നെ ഇവരുടെ പങ്ക് ഒന്നുകൂടി പോലീസിനെ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കലുമടക്കം പോലീസിനെ ബോധ്യപ്പെടുകയും അങ്ങനെയെങ്കിൽ ഇവരുടെ എല്ലാം പങ്ക് സ്ഥിരീകരിച്ചാൽ കൃത്യമായും അവരെല്ലാം തന്നെ പ്രതികളാവുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുമാത്രവുമല്ല, അവർക്ക് പുറമേയും മറ്റുള്ളവർ കൂടി ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. ഈ രണ്ടുപേർ മാത്രമാകില്ല അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളാകുക. ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കാൻ ശുപാർശ ചെയ്തവരും ഒരുക്കി കൊടുത്തവരും അതിനുവേണ്ടി കൊണ്ടുപോയവരുമെല്ലാം തന്നെ നിലവിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇവർ കൂടി പ്രതികളാകുമോ എന്നത് അറിയാനായിട്ട് സാധിക്കും. ഒപ്പം അവസാനിപ്പിക്കും മുമ്പ് ഡാനി, ഇതിലിപ്പോൾ ഈ നിയമ നടപടികൾ നേരിടുകയാണ് രഞ്ജിത്ത് എന്നതാണ്. ഇനിയിപ്പോൾ ജാമ്യം ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ, അതായത് എത്രയും പെട്ടെന്ന് ഈ അവധി ദിനങ്ങൾ കഴിഞ്ഞാൽ കോടതിയടക്കം സമീപിച്ചുകൊണ്ട് ജാമ്യത്തിലിറങ്ങുവാനുള്ള ശ്രമവും ഊർജിതമല്ലേ?
ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അന്ന് തന്നെ ഇപ്പോൾ സബ് ജയിലിലേക്ക് മാറ്റുമ്പോൾ തന്നെ അഭിഭാഷകരുടെ എല്ലാം തന്നെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്ക് പോകുന്നുണ്ട്. രഞ്ജിത്ത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഈ കേസ് തെളിയും എന്ന് വളരെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കാരണം അന്ന് രഞ്ജിത്തിനെ കോടതി മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം പിന്നീട് സബ് ജയിലിലേക്ക് മാറ്റുന്നു. അപ്പോഴെല്ലാം തന്നെ അദ്ദേഹം കേസിനെ നേരിടുമെന്ന രീതിയിൽ തന്നെയായിരുന്നു രഞ്ജിത്ത് പറയുന്നത്. രഞ്ജിത്തിൻ്റെ അഭിഭാഷകരും ആ രീതിയിൽ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഏതായാലും ഈ കേസിനെ നേരിടുക എന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കം നടത്തുന്നത്. പ്രതിഭാഗം നീക്കം നടത്തുന്നവർക്ക് ഒരു വലിയ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെടുത്തിരിക്കുന്ന കേസുകളും അതിൻ്റെ ഒരു സ്വഭാവവും അല്പം കടുപ്പമുള്ളത് തന്നെ, അല്പമല്ല നല്ല കടുപ്പമുള്ള കാര്യം തന്നെയാണ്. അതിനെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അതിൽ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ പോലീസിന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ തെളിവുകൾ സമാഹരിക്കാൻ എല്ലാം തന്നെ കഴിയുകയും വേണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ തെളിവുകളോടും കൂടി തന്നെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ കേസ് തിരിച്ചടിയാവുമെങ്കിൽ അത് പോലീസിന് തന്നെ വലിയ ക്ഷീണമാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. സർക്കാരിനെ തന്നെയും അത്തരം കാര്യങ്ങൾ ബാധിക്കുകയും ചെയ്യും. ഈ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുമില്ലാതെ നടത്തി തങ്ങൾ കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഇങ്ങനെയൊരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്നത് തെളിയിക്കാനുള്ളൊരു ബാധ്യതയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുകയാണ് കേരള പോലീസ്. യെസ്, നടൻ, സംവിധായകൻ, അതോടൊപ്പം തന്നെ നിർമ്മാതാവ്, അങ്ങനെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു രഞ്ജിത്ത്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള രഞ്ജിത്തിന് നേരത്തെയും ഇത്തരം സമാനമായ പരാതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ കൃത്യതയോടുകൂടിയുള്ള നീക്കം ആണ് നടത്തിയത്. രഞ്ജിത്തിന് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ നൽകാതെ തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. അതേസമയം രഞ്ജിത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള ശ്രമം ആണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.